ഹലോ എവ്രി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐ പ്ലസ് റൈറ്റിംഗ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ ലാബ് ഫെഡറൽ ബാങ്ക് റിവിഷനാണ്. അതായത് എക്സാമിന് വളരെ കുറച്ച് ദിവസം ആൻഡ് നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് ജോലിയിലേക്ക് എത്തുന്നത് എന്നുള്ള ടാർഗറ്റും. അതുകൊണ്ട് നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ തുടങ്ങിയത് ഇംഗ്ലീഷിലായിരുന്നു ആണല്ലോ. ഇംഗ്ലീഷിൽ തുടങ്ങി, റീസണിങ് ചെയ്തു, മാത്സ് ചെയ്തു, കമ്പ്യൂട്ടറിലേക്ക് എത്തി. ഇത്തവണ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ വി കൻ സ്റ്റാർട്ട് വിത്ത് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ചോദ്യങ്ങളിലേക്ക് പോകാം. ആൻഡ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, 15 ചോദ്യം കമ്പ്യൂട്ടറിലുണ്ട്, 15 ചോദ്യം ഇംഗ്ലീഷിലുണ്ട്, 15 ചോദ്യം മാത്സിലുണ്ട്, 15 ചോദ്യം റീസണിങ്ങിലുണ്ട് ആണല്ലോ. ടോട്ടൽ എത്ര ചോദ്യമാണ്? 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 60 ക്വസ്റ്റ്യൻസ് ടോട്ടലുണ്ട്. ഓരോ ക്വസ്റ്റിനും 1 മിനിറ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം കമ്പ്യൂട്ടർ ചോദ്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇന്ന് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഒരുപാട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. ഇംഗ്ലീഷൊന്നും നമുക്ക് അധികം പോവില്ല. ഏറ്റവും പാട് നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ഒക്കെയാണ്. ഇതുപോലെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, കൊയ്യോ ഇത് എന്താണ് എന്നുള്ളത്. ഒന്നുമില്ല, ക്വസ്റ്റിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ആവണ്ട. നമുക്ക് ഇന്നത്തെ സെഷനിൽ തന്നെ ഈ സിംപ്ലിഫിക്കേഷൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ നോക്കാം. മാത്സിൽ സ്റ്റാർട്ട് ചെയ്യണം, വേണ്ട നമുക്ക് കമ്പ്യൂട്ടർ തന്നെ തുടങ്ങാം. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്ത ഒന്നായിരുന്നു ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതല്ല എന്ന് പറഞ്ഞൊരു ചോദ്യം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് മെമ്മറി ഈസ് വോളൈറ്റൈൽ ഇൻ നേച്ചർ ആണല്ലോ. ഏത് മെമ്മറിയാണ് വോളൈറ്റൈൽ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അടുത്ത ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം ഏതാണ് വോളൈറ്റൈൽ എന്ന് പറയുന്നത്. എന്താണ് ഈ വോളൈറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരുത്തുന്നതിനെ നമ്മൾ വോളൈറ്റൈൽ എന്ന് പറയുന്നത് ആണല്ലോ. അത് നമ്മൾ ഇംഗ്ലീഷിലൊരു വേർഡാണ്. അതായത് വോളൈറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരുന്ന, പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്ന ഒന്നാണ്. തന്നിരിക്കുന്ന മെമ്മറീസ് നമുക്ക് നോക്കാം. CD റോം, ഹാർഡ് ഡിസ്ക്, കാഷെ, റോം. സോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ചേഞ്ച് വരുന്നത് എന്താ, പെട്ടെന്ന് ചേഞ്ച് വരുന്ന ആണ്. ഇതിൽ കാഷെ എന്ന് പറയുന്നതാണ് പെട്ടെന്ന് ചേഞ്ച് വരുന്നത്. കാരണം എന്താ? ദിസ് ഈസ് വോളറ്റൈൽ ഇൻ നേച്ചർ. ഇത് വോളറ്റൈൽ ആണ് എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സ്പീഡാണ്. ഈ മെമ്മറി പാറ്റേണിൽ വളരെ സ്പീഡായിട്ട് വരുന്ന ഒരു മെമ്മറി കൂടിയാണ്. ഇനി പ്രത്യേകത എന്താണ്? അതായത് നമ്മളിപ്പം കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യാണ് എന്ന് വെച്ചു. ഈ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പം ഇത് നമുക്ക് നഷ്ടപ്പെട്ടു. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഈ കാഷെ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് എന്ത്, ഇത് വോളറ്റൈൽ ഇൻ നേച്ചർ ആണ് എന്ന് പറയുന്നത്. വോളറ്റൈൽ ഇൻ നേച്ചർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാഷെ മെമ്മറി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതായത് ചേഞ്ച് വരികയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. സോ കാഷെ പെട്ടെന്ന് ഓർക്കുക, എന്താണ്, പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ഈ സാധനം ഓർത്ത് വെക്കുക എന്നുള്ളതാണ് വിഷയം. ക്യാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാച്ച് നമുക്ക് ഓർമ്മ വരും ആണല്ലോ. ക്യാച്ച് ക്യാച്ച് കിട്ടിയില്ലെങ്കിൽ, അത് ക്യാച്ച് പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും ആണല്ലോ. അപ്പോൾ ഈ മെമ്മറി അങ്ങനെയാണ്, പിടിക്കുക, പെട്ടെന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ് പ്രത്യേകത. സോ ക്യാഷ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് അവിടെ പാറ്റേണിൽ കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ചോദ്യമായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഏത് പാറ്റേണിലേക്ക് പോകണം? മാത്സ് നമ്മൾ നേരത്തെ കണ്ട് ടെൻസ്ഡ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഹൈ ലെവൽ എന്ന് പറയുന്ന പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ പോകാം. ഒന്നുമില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി നിലവാരം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. എക്സാമിന് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിലേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ തരുന്നതിൻ്റെ കാരണം ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് വളരെ സിമ്പിളായിട്ട് തോന്നും. സി 15 + y the whole square divided by 10 - 8. ഇതിൽ സിംപ്ലിഫിക്കേഷനിലെ ലെവലിൽ എന്താണ് ഇത് ഹൈ ലെവൽ ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻസ് വലിയ പാടൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യമേ ഇത് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. 10ൽ നിന്ന് -8 ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ ഈ സാധനം എന്ത് ചെയ്യും, -2 കിട്ടി നമ്മൾ ആ പരിപാടി അവിടെ അങ്ങ് തുടങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സാധനം തെറ്റിപ്പോകും. കാരണം നമ്മൾ LKG മുതൽ സ്കൂളിൽ പഠിക്കുന്നൊരു മന്ത്രമുണ്ട്. എന്താ മന്ത്രം? മാത്സുമായി ബന്ധപ്പെട്ട് സിംപ്ലിഫിക്കേഷനിൽ സ്കൂളിൽ ടീച്ചേഴ്സ് നിങ്ങളൊരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആണല്ലോ. ക്ലാസ്സിൽ റഹാൻ സാറ് ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്രത്തെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മന്ത്രം ജപിച്ച് തന്നിട്ടുണ്ട് ആണല്ലോ. നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോഡൽ ക്വസ്റ്റ്യനിലും ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. എൻ്റെ കൂടെ ഒരുമിച്ച് ഈ മന്ത്രം ഒന്ന് ചൊല്ലിയേ. എന്താണ് മന്ത്രം? നമ്മുടെ മന്ത്രം എന്താ? മന്ത്രം ബോർഡ് മാസ് എന്ന് പറയുന്നതാണ്. മാത്സ് അല്ലേ ഇത്? സോ ബോർഡ് മാസ് ആണ് നമ്മുടെ മന്ത്രം എന്ന് പറയുന്നത്. ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് ആണ് നമ്മുടെ മന്ത്രം എന്ന് പറയുന്ന മന്ത്രം. എന്താണ്? ബോർഡ് മാസ്. കണ്ടോ, ഇതാണ് മന്ത്രം. എന്തായി സാധനം? ഒന്നുമില്ല. അതായത് സിംപ്ലിഫിക്കേഷനിൽ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ
നമ്മുടെ മുമ്പിൽ മാത്സിൽ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പാറ്റേണുകളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മാത്സിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. ഇതാണ് ബോർഡ് പാസിന്റെ ആദ്യത്തെ BO എന്ന് പറയുന്നത്, ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. അപ്പം ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ഡിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്തതിന് ശേഷം പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം പിന്നീട് അഡീഷൻ ചെയ്യണം. അഡീഷൻ ചെയ്തതിന് ശേഷം പിന്നീട് സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ഇതാണ് പാറ്റേൺ. ഒരിക്കൽ കൂടി പറയാം. ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം, അതിനുശേഷം ഡിവിഷൻ ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ചെയ്യണം, അതിനുശേഷം മാത്രമേ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് റൂള്. അപ്പം നിങ്ങൾ ആദ്യമേ 10 - 8 ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവില്ലേ? കാരണം അവസാനത്തെ സ്റ്റെപ്പാണ് എന്ത്? സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതാണ്. ഡിവിഷൻ ആണോ? ഡിവിഷൻ അല്ല ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിനകത്ത് ചെയ്യാം. ഈ ബ്രാക്കറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തേനെ ഡിവൈഡ് ചെയ്തേനെ. ബ്രാക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്ന കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 15 × 5 എന്ന് പറയുന്ന സാധനം, 15 + 5 എന്നുള്ള കാര്യം ചെയ്യുക. 15 + 5 നമുക്ക് സിമ്പിൾ അല്ലേതാ? 15 + 5 എന്ന് പറയുന്നത് 1 10 20. 15 + 5 ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 20 20ന്റെ സ്ക്വയർ. 20ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് 10 - 8. ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? 15 + 5 ഞാൻ 20ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 - 8. അപ്പോൾ 20ന്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കുക. ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 0ന്റെ സ്ക്വയർ 2 0 ഇട്ട് കൊടുത്തു. 2ന്റെ സ്ക്വയർ 4. കണ്ടോ? സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. ഡീലാണ്. 10ന്റെ സ്ക്വയർ 0ന്റെ സ്ക്വയർ 2 0. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 100. കണ്ടോ? ഇങ്ങനെ നമുക്ക് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 400 ആണ് 20ന്റെ സ്ക്വയർ. ഡിവൈഡഡ് ബൈ 10 - 8 ആണല്ലോ. 400 ഡിവൈഡഡ് ബൈ 10 - 8 എന്ന് പറയുന്ന പാറ്റേണിലേക്ക് വന്നു. നമ്മളിവിടെ ചെയ്യാണ്, ഈ പാറ്റേണിൽ നമ്മൾ ചെയ്യാണ്. അതായത് എന്താണ്? ഞാനിവിടെ 10 - 8 ചെയ്യാൻ, എനിക്ക് 10 - 8 ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടൊരു ത്വര. അതുകൊണ്ട് ഞാൻ 10 - 8 ചെയ്യുവാണെന്ന് വെച്ചോ. ഇങ്ങനെ ചെയ്താൽ എന്താ വിഷയം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, 10 - 8 ചെയ്താൽ എങ്ങനെയാണ് തെറ്റ് വരുന്നത് എന്നുള്ളത്. 10 - 8 2 ആണ്. ഇത് തെറ്റാണ്, ഇത് ചെയ്യല്ലേ. ഞാൻ എങ്ങനെയാണ് തെറ്റിലേക്ക് പോകുന്നതെന്ന് കാണിച്ചാൽ 400 ഡിവൈഡഡ് ബൈ 2. 400 ഡിവൈഡഡ് ബൈ 2, 4നെ 2 കൊണ്ട് ഡിവൈഡ് 2 200. ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എക്സാം ബോർഡിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കും, ദൈവം തമ്പുരാനെ ഇതെന്തായി നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ഈ കച്ചവടം പരിപാടി നടത്തരുത് എന്ന് പറയുന്നത്. ഇതിനാണ് ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇനി ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് 400 ഡിവൈഡഡ് ബൈ 10. 400 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെയൊക്കെ ചെയ്യണം. 400നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം? വേണ്ട. ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിൽ ഈ നമ്പറിനെ കയറ്റുക. 10 ഞാൻ ഇവിടെ കയറ്റി. കണ്ടോ? ഇതാണ്. മുകളിലും താഴെയും 0 ഉണ്ടെങ്കിൽ 0 വെട്ടിക്കളഞ്ഞു. കണ്ടോ? 0 വെട്ടി. 40/1 എന്ന് പറഞ്ഞാൽ 40 ആണ്. പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന മാറ്റം കണ്ടോ? സോ 40 ഡിവൈഡഡ് ബൈ 10 40 ആണ് ഉത്തരം എന്നുള്ള കാര്യം കിട്ടി. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 10ന്റെ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. -8. 40 - 8 എന്ന് പറയുന്ന പാറ്റേൺ ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്തത്. സോ 40 - 8. 40 - 8 32. ഇത്രയേ ഉള്ളൂ. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ആൻസേഴ്സിലേക്ക് എത്താം. നമ്മൾ ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട്, സ്ക്വയർ കിടക്കുന്ന കണ്ട്, അവിടെ ക്യൂബ് കിടക്കുന്ന കണ്ടിട്ടൊന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയോ ടെൻസ്ഡ് ആവുകയോ ചെയ്യേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ അങ്ങനെ വലിപ്പത്തിലൊക്കെ പല രീതിയിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ അവിടെ കിടക്കും. അതിലൊന്നും വിഷയമില്ല. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് അപ്ലൈ ചെയ്യുക എന്ന് മാത്രമാണ്. ഒരിക്കൽ കൂടി പറയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തന്നിരിക്കുന്നതിനകത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പാറ്റേൺ. സോ ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം
മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ പക്ഷേ മൾട്ടിപ്ലിക്കേഷന് പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നിരിക്കുന്നതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അഡീഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അഡീഷൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് അവസാനം നമ്മൾ സബ്സ്ട്രാക്ഷനിലേക്ക് പോയി. ഇതാണ് പാറ്റേൺ. അപ്പോൾ ഇവിടെ ഇതിനിടയിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് സബ്സ്ട്രാക്ഷനിലേക്ക് എത്താൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഉത്തരം തെറ്റുന്നത്? ഈ സാധനം പാലിച്ചില്ലേ, ബോഡ്മാസ് ഒക്കെ റൂള് പാലിക്കണോ എന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് തോന്നും. അങ്ങനെ ബോഡ്മാസ് പാലിച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഈ പാറ്റേണിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വരും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ല, ചെയ്യേണ്ട പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഈ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട പാറ്റേൺസ് ആണ് ഇങ്ങനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ബോഡ്മാസിൽ പ്രധാനമായും നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. വെൽ, സോ നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. അടുത്ത നമ്മളുടെ പാറ്റേൺ എന്ന് പറയുന്ന മാത്സ് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു റീസണിങ്ങിൽ ഒരു ചോദ്യം ചെയ്യാം. റീസണിങ്ങിലെ ചോദ്യം ഓരോ സെഷൻസിലെ ഓരോ ചോദ്യമല്ലേ നമ്മൾ ചെയ്യുന്നത്. റീസണിങ്ങിൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, റീസണിങ്ങിൽ ഡയറക്ഷൻ എന്നൊരു ചോദ്യം ചോദിക്കാം. ആണല്ലോ, ഡയറക്ഷൻ. റീസണിങ്ങിലെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീസണിങ് എപ്പോഴും മൈൻഡിൽ എന്താ ചെയ്യേണ്ടത്, വരച്ച് ചെയ്യുക എന്നുള്ള മൈൻഡിൽ എപ്പോഴും വെക്കുക. റീസണിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് വരച്ച് ചെയ്യുക എന്ന് പറയുന്ന പാറ്റേൺ. സോ എ പേഴ്സൺ walks 10 meter south, turns left, walks 5 meter, turns left again and walks 10 meter. How far, in which direction is he from the starting point? ഇത്രയാണ് പാറ്റേൺ. നമ്മൾ ഇങ്ങനെ എ പേഴ്സൺ walks 10 meter, 10 meter, പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. What you want to do is, നിങ്ങൾ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് എ പേഴ്സൺ walks 10 meter south, turn left, walks 5 meter, turns left again and walks 10 meter. How far and in which direction is he from the starting point എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? സി, എ പേഴ്സൺ walks 10 meter. ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കോണേ. ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ, അതായത് ഒരു കുരിശ് വരച്ചിടുക. ഒരു കുരിശ് വരച്ചിടുക. കുരിശിൻ്റെ ഏറ്റവും മുകളിൽ നോർത്ത്, കുരിശിൻ്റെ ഏറ്റവും താഴെ സൗത്ത്. ഓക്കെ, നമ്മുടെ ഇന്ത്യ ആണെന്ന് ഓർത്താൽ മതി. നമ്മൾ സൗത്തിൽ കിടക്കുമല്ലേ, കേരളവും തമിഴ്നാടും സൗത്ത് ഇന്ത്യ എന്നല്ലേ നമ്മൾ പറയുന്നത്. നോർത്ത് ദാ ഹിമാചൽ പ്രദേശൊക്കെ കിടക്കുന്ന സ്ഥലം. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈ റൈറ്റ് ആണ്, ആണല്ലോ. ഭക്ഷണം കഴിക്കുന്ന കൈ റൈറ്റ് ആണ്. ഈറ്റിംഗ് ആണല്ലോ, ദാ ഈസ്റ്റ്. ഭക്ഷണം കഴിക്കുന്ന കൈ ഈസ്റ്റ്. വെസ്റ്റ് ആണ് ഈ പാറ്റേൺ വരുന്നത്, വെസ്റ്റ് ആണ്. അപ്പം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ പാറ്റേൺ നമുക്ക് കിട്ടും. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്ന പാറ്റേൺ ഡീലാണ്. അപ്പോൾ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ walks 10 meter south, 10 മീറ്റർ സൗത്തിലേക്കാണ്. ഞാൻ എന്തിനാണ് ഈ പിക്ചർ വരച്ചിട്ടിരിക്കുന്നത്? ഈ പിക്ചർ വരച്ചിട്ടുന്നതിൻ്റെ ഗുണം എന്താ? നിങ്ങളുടെ മൈൻഡിലേക്ക് സൗത്ത് എവിടെയാണ് എന്നുള്ള കാര്യം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ആണല്ലോ. സോ സൗത്ത് എന്ന് പറയുന്ന പാറ്റേൺ എവിടെയാണ് പോകുന്നത്? താഴോട്ട് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ എ പേഴ്സൺ walks 10 meter south എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് ഇങ്ങനെയായിരിക്കും. 10 meter സൗത്ത് താഴോട്ട് പോവാണ്. 10 meter സൗത്തിലേക്ക് നമ്മുടെ കൊച്ചു പോയി. 10 meter സൗത്തിലേക്ക് പോയി. Then turns left. എൻ്റെ ലെഫ്റ്റ് ആണോ? എൻ്റെ ലെഫ്റ്റ് ആണോ? എൻ്റെ ലെഫ്റ്റ് അല്ല. താഴോട്ട് വരുന്നവൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദാ ഇതാണ് ലെഫ്റ്റ്, ഇങ്ങോട്ടാണ്. എൻ്റെ ആയിരുന്നേ അങ്ങോട്ട് പോയത്. എൻ്റെ അല്ല, ഇങ്ങനെ വരുന്ന ഒരാൾ, അതിനാണ് ഞാൻ ഈ ഡയറക്ഷൻ ഇങ്ങനെ വരച്ചത്. സോ ഇങ്ങനെ വരുന്ന ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻ ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. എത്ര മീറ്റർ പോയി? 5 മീറ്റർ പോയി എന്ന് പറഞ്ഞു, ആണല്ലോ. 5 മീറ്റർ പോയപ്പോൾ അയാൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. നമുക്ക് മഷി മാറ്റാം, ബ്ലാക്ക് ആക്കാം. ഓക്കെ, വീണ്ടും ലെഫ്റ്റ് ആക്കി. ടേൺ ലെഫ്റ്റ് അഗെയിൻ, പിന്നെയും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അയാളുടെ ലെഫ്റ്റ്, ഇങ്ങനെ പോകുന്ന ആളുടെ ലെഫ്റ്റ് എന്താ? ഇതാണ്. ലെഫ്റ്റിലേക്ക് പോയി. എത്ര പോയി? 10 മീറ്റർ പോയി. 10 മീറ്റർ പോയി. അവർ ചോദിക്കുകയാണ് ഹൗ ഫാർ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്രയാണ് അയാളിലേക്കുള്ള അകലം എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഈ സാധനം നിങ്ങൾ നോക്കി, ഒരു സ്ക്വയർ പോലല്ലേ വന്നേക്കുന്നത് എന്ന് നോക്ക്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒരു സ്ക്വയർ പോലെയാണ് വന്നേക്കുന്നത്. ഇവിടെ 10, ഇവിടെ 10. സ്ക്വയർ ആണോ? നോ, ഇറ്റ്സ് നോട്ട് സ്ക്വയർ. സ്ക്വയർ ആവുകയാണെങ്കിൽ എല്ലാവരും ഈക്വൽ ആയേനെ, ആണല്ലോ. ഇവിടെ 10, ഇവിടെ 10 ആണല്ലോ. ഇവിടെ 5, ഇവിടെ 5. റെക്റ്റാങ്കിൾ പോലെ വന്നേക്കുന്നത്, റെക്റ്റാങ്കിൾ പോലെ വന്നേക്കുന്നത്. സോ റെക്റ്റാങ്കിൾ പോലെ വന്നേക്കുന്നത് കൊണ്ട് ഇവിടെ 5,
ഇവിടെ എന്തായിരിക്കും? ഇവിടെ 5 ആയിരിക്കും. ഇവിടെ 10, ഇവിടെ 10, ഇവിടെ എന്തോ വരുന്നു അത് തന്നെ ആയിരിക്കില്ല ഇവിടെ വരുന്നത്. സോ 5 ആണ് ആൻസർ ആണല്ലോ. 5 ആണ് ആൻസർ. ആൻസറിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇവിടെ 10 ആണെന്ന് കിട്ടി, ഇവിടെ 10 ആണെന്ന് കിട്ടി, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും. ഇതായിരിക്കും പാറ്റേൺ. റെക്ടാങ്കുലർ ഷേപ്പാണ് നമുക്കിവിടെ പോകുന്നത്. നമുക്ക് കിട്ടുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്. 5, 5, 10, 10. ഞാനിവിടെ 10 എടുത്തപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് 10 എടുക്കണമായിരുന്നു. ആ 10 പാറ്റേൺ ആണ് ഇവിടെ വന്നത്. ഡീലാണ്. അങ്ങനെ നമുക്ക് 5 കിട്ടി. നമ്മൾ ആൻസേഴ്സിലേക്ക് പോയി. 5 മാത്രമാണോ ആൻസർ ഉള്ളെങ്കിൽ അപ്പം തന്നെ 5 കാണിക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ ഇത്തിരി ഹൈ ലെവലാണ് ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് അഡ്വാൻസ് ലെവലാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ആവേണ്ട. ഓപ്ഷൻസിൽ 2, 5 ഒന്നും കാണത്തില്ല. നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചു പോയേക്കാം. അങ്ങനെ നമുക്ക് ഹൈ ലെവൽ പഠിച്ചു പോയേക്കാം. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. 5 മീറ്റർ ഈസ്റ്റ്, 5 മീറ്റർ വെസ്റ്റ്, 10 മീറ്റർ ഈസ്റ്റ്, 10 മീറ്റർ വെസ്റ്റ്. വെട്ടിക്കളയോടെ 10 മീറ്റർ സെറ്റ് അല്ല. ഇതൊന്നും ശരിയല്ല ആണല്ലോ. സി ആ പാറ്റേൺ നമുക്കവിടെ 5 ആണ് ആൻസർ എന്ന് നമുക്കറിയാം. അപ്പം 5 മീറ്റർ ഈസ്റ്റ് ആണോ 5 മീറ്റർ വെസ്റ്റ് ആണോ? ഇതാണ് വിഷയം. അതിനാണ് ഞാൻ ഈ ഡയറക്ഷൻ പഠിപ്പിച്ചത്. എങ്ങോട്ടാ പോകുന്നത്? അയാൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് ഇങ്ങോട്ടാണ് പോകുന്നത് ആണല്ലോ. അതായത് അയാൾ ഈസ്റ്റിലാണ്. സോ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കൈ റൈറ്റിലേക്ക് പോവുക. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ ഈസ്റ്റ്. കണ്ടോ എങ്ങനെയാണ് ഈസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പിടികിട്ടും. സോ ഈസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന പാറ്റേൺ ആണ് നമ്മൾ അവിടെ നോക്കിയത്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാറ്റേൺ, എ പേഴ്സൺ വാക്സ് 10 മീറ്റർ സൗത്ത് ടേൺസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൗത്ത് എന്ന് പറയുമ്പോൾ ആദ്യം സൗത്തിലേക്ക് വരയ്ക്കുക. സൗത്തിലേക്ക് നമ്മൾ വരച്ചു. പിന്നെ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് പോയി. അയാൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 5 മീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ 10 ആണ്, ഇവിടെ 5 ആണ്. പിന്നെ ലെഫ്റ്റിലേക്ക് പോയി 10 മീറ്റർ നടന്നു. ആൻഡ് ഇവിടെ പിന്നെ എന്താണ്? അപ്പോൾ റെക്ടാങ്കുലറിൻ്റെ ഷേപ്പ് കിട്ടി. റെക്ടാങ്കുലർ ഷേപ്പ് ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 5, ഇവിടെ 10 ആയിരുന്നെങ്കിലോ? ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10 ആയിരുന്നെങ്കിൽ അതൊരു സ്ക്വയർ ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെയും 10 ആയിരിക്കും ആണല്ലോ. ഇങ്ങനെ പാറ്റേൺ വരും. ഇനി ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറഞ്ഞ് നിങ്ങളെ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? ശ്രീജിത്ത് സാർ പഠിപ്പിച്ചിട്ടുണ്ട് ആണല്ലോ. ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെ പാറ്റേണിൽ, പാരലോഗ്രാം പാറ്റേണിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ. സോ ദിസ് ഈസ് ദ പാറ്റേൺ. ഡയറക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഡയറക്ഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്സ് കഴിഞ്ഞു, കമ്പ്യൂട്ടർ കഴിഞ്ഞു, ദെൻ ഇംഗ്ലീഷ് കഴിഞ്ഞില്ല അല്ലേ? നമ്മൾ ഇത്തവണ തുടങ്ങിയത് എവിടെ നിന്നാ? കമ്പ്യൂട്ടർ. നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോവാം. സോ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോവാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് നമ്മൾ പോവാണ്. ഇംഗ്ലീഷിലെ വൊക്കാബുലറിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഒരു സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെന്റൻസ് ഇംപ്രൂവ്മെന്റ് പ്രത്യേകത. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിനകത്ത് ഒരു ഭാഗത്ത് അവർ ഒന്നുകിൽ ബോൾഡിലായിരിക്കും അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് പറയും ഇന്ന ഭാഗത്താണ് മിസ്റ്റേക്ക്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എന്താ ചെയ്തത്? കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു സ്പോട്ട് എറർ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ആയിരുന്നല്ലോ. അപ്പോൾ സ്പോട്ട് എററും സെന്റൻസ് ഇംപ്രൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. സ്പോട്ട് എറർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഭാഗത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ആ ഭാഗത്തിലെ മിസ്റ്റേക്ക് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. നിങ്ങളെ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം എങ്ങനെയാണ് നമ്മൾ സ്പോട്ട് എറർ ക്വസ്റ്റ്യൻ ചെയ്തത് എന്നുള്ളത്. സി സ്പോട്ട് എറർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചോദ്യം. നോ സൂണർ ഡിഡ് നമ്മൾ കണ്ടുപിടിച്ചു ഈ ഭാഗത്താണ് തെറ്റ്. ഓപ്ഷൻ സി മാത്രം നമ്മൾ അവിടെ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞു തന്നു. നോ സൂണറിന്റെ കൂടെ ദാനായിരിക്കും വരുന്നത്. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നാണ് ആണല്ലോ. ഇനി സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യനുകളുടെ പ്രത്യേകത എന്താണ്? സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇവർ തന്നെ പറയും എന്ത് ഇവിടെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള കാര്യം ഇവർ തന്നെ പറയും. ഇവർ തന്നെ നമ്മളോട് പറഞ്ഞു ഈ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം അവർ പറഞ്ഞു. ഇനി ആ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് സെന്റൻസ് സ്പോട്ട് ദ എറർ എന്ന് പറയുന്ന ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ഭാഗത്തിന് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസിലേക്ക് നമ്മൾ എത്തും എന്ന് പറഞ്ഞ പാറ്റേൺ പറഞ്ഞു. നോ എറർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസിലേക്ക് എത്തും. അപ്പം ഈ നോ എററിന് പകരം നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? നോ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം നോ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എററിന് പകരമായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് നോ ഇംപ്രൂവ്മെന്റ്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം നമുക്ക് നോക്കാം. ഹി ബിഹേവ്ഡ് ആസ് ഇഫ് ഹി വാസ് ദ ഓണർ ഓഫ് ദ കമ്പനി. അവൻ ബിഹേവ് അവൻ്റെ കമ്പനിയാണ്, അവനാണ് ആ കമ്പനിയുടെ മുതലാളി എന്ന് പറഞ്ഞ രീതിയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അവൻ്റെ കമ്പനിയാണ് എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ല, അവൻ്റെ കമ്പനിയാണെന്നാണ് അവൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പാറ്റേൺ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ആസ് ഇഫ് വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട ചോദ്യം ഇതാണ്. ആസ് ഇഫ് വന്നു കഴിഞ്ഞാൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പർവ്വതീകരിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമായിരിക്കും ആണല്ലോ. അതായത് സാധാരണ കാര്യമല്ലാതെ വലിയൊരു കാര്യത്തെ പറയുന്നതാണ്, അങ്ങനെ ആയിരിക്കും എന്നുള്ള. അപ്പം ആസ് ഇഫ് എന്ന് പറഞ്ഞ യൂസേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹീയുടെ കൂടെ വാസ് ഉപയോഗിക്കില്ല. സാധാരണ ഗതിയിൽ നമ്മൾ ഹീയുടെ കൂടെ വാസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഹീ വാസ് പ്ലേയിങ്, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാണ്. ഹീ വാസ് പ്ലേയിങ് എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ പറയാണ്. അപ്പം അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ ഹീ വാസ് പ്ലേയിങ് എന്ന് യൂസ് ചെയ്യും. പക്ഷേ ആസ് എഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹീ വാസ് എന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? ഹീ വെയർ എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീ വാസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹീ വെയർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ആസ് എഫിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീ വെയർ ആണ്. ദിസ് ഈസ് ദ പാറ്റേൺ. ഹീ വെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ആസ് ഇഫ് വന്നു കഴിഞ്ഞാൽ ഹി വെയർ എന്ന് പറയുന്ന പാറ്റേൺ ആണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്. സോ പ്രധാനമായിട്ടും താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ കണ്ടോ, ആസ് ഇഫ് ഹി വെയർ ദ ഓണർ എന്നുള്ളത്. ഹി ബിഹേവ്ഡ് ആസ് ഇഫ് ഹി വെയർ ദ ഓണർ. ഹി ഈസ് ദ ഓണർ സെറ്റ് അല്ല, ഹി ഹാഡ് ബീൻ ഓണർ സെറ്റ് അല്ല, നോ ഇംപ്രൂവ്മെന്റ് സെറ്റ് അല്ല. ദിസ് ഈസ് ദ പാറ്റേൺ. ഇഫ് ക്ലോസ് എന്ന് പറയുന്ന പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന പാറ്റേൺ. ഇഫ് ക്ലോസിൽ നമ്മളോട് സാധാരണഗതിയിൽ ഇഫ് ക്ലോസിൽ പ്രധാനമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇഫ് ഐ വെയർ എന്ന് പറയുന്ന പാറ്റേൺ അസിഫ് പോലെ തന്നെ നമ്മൾ വന്നത് ഈ വാസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇഫ് ഐ വെയർ എന്ന് പറയും. ഇഫ് ഐ വെയർ എന്ന് പറയുന്നതിന് കാരണം ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ് ആണല്ലോ. ഇമ്പോസിബിൾ ആയ കാര്യം പറയുമ്പോൾ നമ്മൾ ഐ വാസ് എന്ന് ഉപയോഗിക്കത്തില്ല. ഇഫിൻ്റെ കൂടെ ഐ വെയർ എന്നേ ഉപയോഗിക്കത്തുള്ളൂ. ഇഫ് ഐ വെയർ, ഞാനൊരു സൂപ്പർമാൻ ആണെങ്കിൽ, ഇഫ് ഐ വെയർ സൂപ്പർമാൻ, ഞാൻ സൂപ്പർമാൻ ആണെങ്കിൽ, സോ ഇഫ് ഐ വെയർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഐ വുഡ് ഫ്ലൈ. ഞാൻ സൂപ്പർമാൻ ആയിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. സോ വുഡ് കഴിഞ്ഞാൽ വെർബ് ബേസ് ഫോമിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇഫ് ഐ വെയർ സൂപ്പർമാൻ ഐ വുഡ് ഫ്ലൈ. ടൈപ്പ് 2 കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഇമ്പോസിബിൾ ആയിട്ട് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഇഫ് ഐ വെയർ എന്ന് പറയുന്ന പാറ്റേൺ. സോ ഇഫ് ഐ വെയർ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. റിമെമ്പർ ദാറ്റ് വുഡ് പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നടക്കാൻ സാധ്യതയുള്ള കാര്യം, അതായത് നടക്കാൻ സാധ്യതയുള്ള കാര്യം നമ്മൾ പറയുന്നത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത് ആണല്ലോ. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് നടക്കാൻ സാധ്യതയുള്ള കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യും? നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ ജോയിൻ ചെയ്യും എന്ന് ഞാൻ പറയാണ് ആണല്ലോ. അതായത് നിങ്ങൾക്ക് ആ ജോലി കിട്ടും എന്നുള്ളത്. പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. പോസിബിളായ കണ്ടീഷനാണ്. എപ്പോൾ പഠിക്കണം? ഇപ്പം പഠിക്കണം. ഭാവിയിലായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ ഇപ്പൊ പഠിച്ചാൽ ഭാവിയിൽ ജോലി കിട്ടും എന്നുള്ളത് എങ്ങനെ പറയും? ഇപ്പൊ പഠിച്ചാൽ ഭാവിയിൽ ജോലി കിട്ടുന്നു. ഇഫ് യു സ്റ്റഡി വെൽ, സി കണ്ടോ, നിങ്ങൾ പഠിച്ചാൽ യു വിൽ ഗെറ്റ് എ ജോബ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി കിട്ടും എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് എ ജോബ്. അപ്പം സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിൻ്റെ ആദ്യത്തെ ഫോമിലാണ് ചോദ്യം വരുന്നതെങ്കിൽ വില്ല് പ്ലസ് V1 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിൻ്റെ ആദ്യത്തെ ഫോമിലാണ് ചോദ്യം വരുന്നതെങ്കിൽ വിൽ പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിൻ്റെ രണ്ടാമത്തെ ഫോമിലാണ് ചോദ്യം വരുന്നതെങ്കിൽ, രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ വേറാണ്. ഇതേ സാധനം തന്നെ ഇഫ് യു സ്റ്റഡീഡ് എന്ന് പറഞ്ഞു വരുവാണെന്ന് വെച്ചാൽ ഇഫ് യു സ്റ്റഡീഡ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? വുഡ് പ്ലസ് V1 ആയിരിക്കും ആൻസർ. വുഡ് പ്ലസ് V1 എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് ഗെറ്റ് എ ജോബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കിട്ടും. ഇനി നമ്മൾ ചിലപ്പം ചില സമയത്ത് നമ്മൾ എക്സാമൊക്കെ എഴുതി വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അപ്പുറത്തെ ഒരു പണിയും കൂലിയില്ലാത്ത ആൻറ്റി അങ്കിളൊക്കെ വന്നിട്ട് നമ്മളെ വെറുതെ കയറി ഇറിറ്റേറ്റ് ചെയ്യും. നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ജോലി കിട്ടത്തില്ലായിരുന്നോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും ആണല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി കഴിഞ്ഞു. ഇഫ് ക്ലോസ് മൂന്നാമത്തെ ടൈപ്പിൽ വരുന്ന പാറ്റേൺ ആണ്. അതായത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കണം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നിങ്ങൾ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ. കണ്ടോ, യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാമിനേഷൻ.
അപ്പൊ ഹാഡ് പ്ലസ് V3 ചോദ്യം വരുന്നതെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ ആദ്യത്തെ ഫോം വന്നു കഴിഞ്ഞാൽ വിൽ പ്ലസ് V1 ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ രണ്ടാമത്തെ ഫോം വന്നാൽ വുഡ് പ്ലസ് V1 ആയിരിക്കും. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യത്തിൽ അസിഫ് വന്നു കഴിഞ്ഞാൽ എന്താണ്, വേർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഹി വാസ് എന്നൊക്കെ പറയും. സോ ആസിഫ് വന്നു കഴിഞ്ഞാൽ വേർ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വൊക്കാബുലറി ചോദ്യം കൂടി ചെയ്ത് ഇന്നത്തെ സെഷൻ അവസാനിക്കാം. അപ്പോൾ ബാങ്ക് ലെവൽ, നമ്മുടെ ഫെഡറൽ ബാങ്ക് ലെവലിലെ വൊക്കാബുലറി ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ആണ്. ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു. നിയറസ്റ്റ് ഇൻ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിനണിമുകളെയാണ് നിയറസ്റ്റ് ഇൻ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരേപോലെ അർത്ഥം വരുന്ന വേർഡുകളെ നമ്മൾ വിളിക്കുന്ന, അതായത് ഒരേപോലെ അർത്ഥം വരുന്ന മീനിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നിയറസ്റ്റ് മീനിങ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അത് നിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങൾ ക്രെഡിബിൾ ആണ് എന്നുള്ള പാറ്റേൺ പറയാണ്. നീ ക്രെഡിബിൾ ആണ് എന്നുള്ള കാര്യം ബാങ്കിന് അറിഞ്ഞാൽ മാത്രമേ നിനക്ക് ബാങ്ക് ലോൺ തരികയുള്ളൂ. ഓക്കെ, ക്രെഡിബിൾ എന്ന് പറയുന്ന പാറ്റേൺ എന്താണ്, ഡൗട്ട്ഫുൾ ആണോ, അല്ല, നീ ക്രെഡിബിൾ ആണെങ്കിൽ മാത്രമാണ് എന്ത് നിനക്ക് ലോൺ തരത്തോളം ഞാൻ പറഞ്ഞു ആണല്ലോ. അപ്പൊ ഡൗട്ട്ഫുൾ ആയ ഒരു പാറ്റേൺ അത് തരത്തില്ല. ഓക്കെ, ടെമ്പററി ആണോ, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണോ, വല്ലപ്പോഴും മാത്രം കിട്ടുന്നതാണോ, അല്ല. വെൽ, റിസ്കി ആണോ, നോ. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ആണല്ലോ. ഡൗട്ട്ഫുള്ളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, ടെമ്പററിയെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, റിസ്കിയെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അതായത് ക്രെഡിബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് റിലയബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മളുടെ വാട്ട് വി കോൾ നിയറസ്റ്റ് മീനിങ് എന്ന് പറയുന്ന പാറ്റേൺ. ഒരു നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിയറസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനണിം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അത് വായിച്ചും കൂടി മനസ്സിലാക്കണം, ആ സാധനം കൂടി ശ്രദ്ധിക്കണം. സിനണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ്. സിനണിം ഇങ്ങനെ കറക്റ്റ് ഓർക്കാം. സിനണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്നതാണ് സിനണിം എന്ന് പറയുന്നത്. ഇനി അനണിം എന്ന് പറയുന്ന ആളെന്തോ ഓപ്പോസിറ്റ് മീനിങ്ങിൽ ചോദ്യങ്ങൾ വരുന്നതിനാണ് അനണിം എന്ന് പറയുന്നത്. അപ്പം അനണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ്, സിനണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്ങിൽ വരുന്നതാണ് സിനണിം എന്ന് പറയുന്നത്. അപ്പം അനണിം ഓപ്പോസിറ്റ് മീനിങ് ആണ്, സിനണിം സെയിം മീനിങ് ആണ്. ഇവിടെ സെയിം മീനിങ് ആണെന്ത്, ക്രെഡിബിളിന്റെ സെയിം മീനിങ് ആണ് ചോദിച്ചത്. ക്രെഡിബിളിന്റെ സെയിം മീനിങ് എന്ന് പറഞ്ഞാൽ റിലയബിൾ ആണ്. ഡൗട്ട്ഫുള്ളും ടെമ്പററിയും റിസ്കിയും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡ്സിലേക്ക് പോയ, അതായത് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പാറ്റേണിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൊക്കാബുലറിയും നമ്മളുടെ ഗ്രാമർ സെഷനും ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അവസാന നിമിഷം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് എല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇഡിയത്തിൽ നിന്ന്, ഫ്രേസൽ വെർബുകളിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വളരെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ. അവസാന നിമിഷം ഗിവ് മി ആൻ ഇഡിയം. അവസാന നിമിഷത്തിന് നമ്മൾ പറയുന്ന ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ അവസാന നിമിഷം എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് എന്ത്, വേഗം പറയാനോട്. ലാസ്റ്റ് മിനിറ്റ്, ഞാനൊരു വാച്ച് വെച്ചിട്ടാണ് നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞത്. ഇന്ന് ഞാൻ വാച്ച് എടുത്തില്ല, സോ വാച്ച് വെച്ച് പറഞ്ഞാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയം ആണ്. അടുത്ത ദിവസം ആകുമ്പോൾ എന്താകും, 12 മണിയാകുമ്പോൾ അടുത്ത ദിവസം. അപ്പോൾ അവസാനത്തെ സമയം എന്ന് പറയുന്നത് 11 മണി എന്ന് പറയുന്ന, അതായത് 11th hour എന്ന് പറയുന്ന സാധനമാണ് എന്ത്, 11th hour എന്ന് പറയുന്ന പാറ്റേൺ ആണ് ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൊക്കാബുലറിക്കകത്ത് നമുക്ക് ഇഡിയംസ് ചോദിക്കാറുണ്ട് ആണല്ലോ. ഇനി നമുക്ക് ഫ്രേസൽ വെർബ്സ് ചോദിക്കാറുണ്ട്. ഫ്രേസൽ വെർബ്സ് പുട്ട് അപ്പ് വിത്ത്, സ്ഥിരമായി നമ്മുടെ ബാങ്കിങ് എക്സാമിനേഷൻസിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുട്ടപ്പ് വിത്ത്. എന്നാണ് പുട്ടപ്പ് വിത്ത്? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 2 ഫ്രേസൽ വെർബ്സിന്റെ എക്സാമ്പിൾ ആണ്. Put up with, then break up that you already know that what is break up enna. Break up enna relationship break up here. So I will say an example that I can't put up with you. I can't put up with you. So I want break up. I can't put up with you. I want break up. Well, I want break up. So you want to identify that put up with in there. എന്താണ് ഈ പറയുന്ന അർത്ഥം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ അടുത്ത സെഷനിൽ എന്നിട്ട് പുട്ട് അപ്പ് വിത്തിന്റെ സാധനം എന്താണെന്ന് പറയാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.